ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ഇൻസ്റ്റഗ്രാം പുത്തൻ ലുക്കിലേക്ക്. ഇൻസ്റ്റഗ്രാം ആപ്പ് തുറന്നാൽ ഹോം ഫീഡിന് പകരം ആദ്യം കാണുക റീലുകൾ. DM ഫീച്ചറിലും മാറ്റം വരുത്തും. മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് വരുന്നു. ഇൻസ്റ്റഗ്രാം ആപ്പിൽ റീൽസ് ഫസ്റ്റ് ഫീച്ചർ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ഇൻസ്റ്റഗ്രാം ആപ്പ് തുറന്നാൽ ഇന്റർഫേസിൽ ഹോം ഫീഡിന് പകരം റീൽസ് സെക്ഷൻ ആദ്യം വരുന്ന രീതിയിലാണ് ഈ ലേഔട്ട് അപ്ഡേറ്റ്. ഇൻസ്റ്റഗ്രാം ഡയറക്റ്റ് മെസ്സേജ് കൂടുതൽ എളുപ്പം ആക്സസ് ലഭിക്കുന്ന രീതിയിൽ ഡിസൈനിൽ കാതലായ മാറ്റവും ഇൻസ്റ്റഗ്രാം വരുത്തുന്നുണ്ട്. ഐപാഡുകളിൽ പരീക്ഷിച്ച ശേഷം ഇന്ത്യയിൽ റീൽസ് ഫസ്റ്റ് ലേഔട്ട് ഫീച്ചർ അവതരിപ്പിക്കുകയാണ് ഇൻസ്റ്റഗ്രാം. ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലുള്ള ഈ ഫീച്ചർ വ്യാപകമായി എല്ലാ ഇൻസ്റ്റ ഉപഭോക്താക്കൾക്കുമായി ലഭ്യമാക്കിയിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കൾക്ക് മാത്രമാണ് റീൽസ് ഫസ്റ്റ് ലേഔട്ടിനുള്ള ഇൻസ്റ്റഗ്രാം ആപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ എല്ലാത്തരം പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്ന ഹോം ഫീഡിലേക്കാണ് യൂസർമാർ നേരിട്ടെത്തുന്നത്. എന്നാൽ പുത്തൻ അപ്ഡേറ്റിൽ റീൽസ് സെക്ഷനാണ് ആപ്പ് തുറക്കുമ്പോൾ തന്നെ കാണുക. ഇൻസ്റ്റഗ്രാമിൽ റീൽസും DMുമാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് എന്നത് പരിഗണിച്ചാണ് ഈ ഡിസൈൻ മാറ്റമെന്ന് ഇൻസ്റ്റ അധികൃതർ വ്യക്തമാക്കി. ഫോളോയിങ് ടാബ് എന്നൊരു സെക്ഷൻ ഇൻസ്റ്റഗ്രാമിലേക്ക് പുതിയതായി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്നവരിൽ നിന്നും നിങ്ങളെ ഫോളോ ചെയ്യുന്നവരിൽ നിന്നുമുള്ള പോസ്റ്റുകൾ എളുപ്പത്തിൽ കാണും വിധമാണ് ഫോളോയിങ് ടാബ് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിസാൻ SUV ഒക്ടോബർ 7 പുറത്തിറക്കുമെന്ന് കമ്പനി. ചെന്നൈയിലെ റെനോ നിസാൻ അലയൻസ് പ്ലാന്റിലാണ് നിർമ്മാണം. നിസാൻ തങ്ങളുടെ പുതിയ C സെഗ്മെന്റ് SUV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർഷം ആദ്യം തന്നെ SUV പുറത്തിറക്കാനുള്ള പദ്ധതി ബ്രാൻഡ് പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ അടുത്തിടെ നിരവധി പരീക്ഷണങ്ങളും നടത്തി. ഒക്ടോബർ 7 ബ്രാൻഡ് തങ്ങളുടെ പുതിയ SUV പുറത്തിറക്കുമെന്നാണ് സൂചന. നിസാൻ C സെഗ്മെന്റ് SUVയുടെ പരീക്ഷണ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ചതുരാകൃതിയിലുള്ള ഗ്രിൽ, LED റിഫ്ലക്ടറുകൾ, L ആകൃതിയിലുള്ള LED DRL എന്നിവയുൾപ്പെടെ ഒരു ഫ്ലാറ്റ് ഫ്രണ്ട് ഇതിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. C പില്ലറിൽ സംയോജിപ്പിച്ച ഡോർ ഹാൻഡിലുകൾ ഇതിലുണ്ടാകും. പിൻഭാഗത്ത് നിസാൻ C സെഗ്മെന്റ് SUVക്ക് ചതുരാകൃതിയിലുള്ള ടെയിൽ ലൈറ്റുകൾ, റൂഫ് സ്പോയിലറുള്ള റാക്കഡ് റിയർ വിൻഡ്ഷീൽഡ്, റൂഫ് റെയിലുകൾ, ഒരു ഷാർക്ക് ഫിൻ ആന്റിന എന്നിവയുണ്ട്. അടുത്തിടെ പുറത്തുവന്ന സ്പൈ ഷോട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ ഉൾഭാഗത്ത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ചാർജിംഗ്, 360° ക്യാമറ ഉൾപ്പെടെ ഒട്ടനേകം ഫീച്ചറുകളുമായാണ് നിസാൻ C SUV എത്തുന്നത്. എഞ്ചിനെയും പ്രകടനത്തെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ നിസാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CMF പുതിയ വയർലെസ് ഹെഡ്ഫോൺ പുറത്തിറക്കി. 100 മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് ഉൾപ്പെടെ ഒട്ടേറെ പ്രത്യേകതകളുമായാണ് CMF ഹെഡ്ഫോൺ പ്രോ വിപണിയിലെത്തിയത്. CMF ഹെഡ്ഫോൺ പ്രോ എന്ന പേരിലാണ് CMFന്റെ ആദ്യത്തെ ജോഡി ഓവർ ദി ഇയർ വയർലെസ് ഹെഡ്ഫോൺ വിപണിയിലെത്തിയത്. വലിയ ഇയർ കപ്പുകളും പാഡുമുള്ളതാണ് ഓവർ ദി ഇയർ വയർലെസ് ഹെഡ്ഫോൺ. ഇത് ശ്രോതാവിന്റെ ചെവി മുഴുവനായി മൂടുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹെഡ്ഫോണുകൾക്കൊപ്പം പരസ്പരം മാറ്റാവുന്ന ഇയർ കുഷ്യനും വരുന്നുണ്ട്. ഒറ്റ ചാർജിൽ 100 മണിക്കൂർ വരെ ഓഡിയോ പ്ലേബാക്കും 50 മണിക്കൂർ വരെ ടോക്ക് ടൈമും നൽകുമെന്ന് CMF വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ഗ്രേ എന്നിങ്ങനെ 3 നിറങ്ങളിൽ പുതിയ ഹെഡ്ഫോൺ ലഭ്യമാവും. UK-യിലും യൂറോപ്യൻ യൂണിയനിലും വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. അതേസമയം US-ലെ ഉപഭോക്താക്കൾക്ക് ഒക്ടോബർ 7 വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു വിപണികളിൽ CMF ഹെഡ്ഫോൺ പ്രോ എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് വ്യക്തമല്ല. എങ്കിലും വൈകാതെ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. നത്തിങ്ങിന്റെ വെബ്സൈറ്റ് വഴിയാവും ഹെഡ്ഫോൺ പ്രോ വിൽപ്പനയ്ക്കെത്തുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.